ഹായ് ഹലോ കറന്റ് ഡയറ്റിങ്ങിൽ ഇരിക്കുന്നവർക്ക് സ്വീറ്റ് ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലേ, അതൊന്ന് കം ചെയ്യാനുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓട്സ് എടുക്കാമായിരുന്നു. റോൾഡ് ഓട്സ് ആണ് ഒന്നുകൂടെ നന്നായിരിക്കും. പിന്നെ 1/4 കപ്പ് മിൽക്ക് ചേർക്കുന്നുണ്ട്. സാധാ മിൽക്കാണ്. 1 ടീസ്പൂൺ ചിയാ സീഡും 1 ടീസ്പൂൺ ഫ്ലാക്സ് സീഡും 2 ഡേറ്റ്സ് കട്ട് ചെയ്തതും പിന്നെ ബദാമും നട്ട്സും ചോപ്പ് ചെയ്തെടുത്തത്, വാൾനട്ട് ചോപ്പ് ചെയ്തെടുത്തത്, പിന്നെ ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പിന്നെ ഇതിൽ ഇത് റോബസ്റ്റാപ്പഴം മസ്റ്റാണ്. എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. നിങ്ങൾ നിർബന്ധമായിട്ട് റോബസ്റ്റാപ്പഴം ചേർക്കണം, എന്നാലും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളേ. പിന്നെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്താണ് കട്ട് ചെയ്തില്ല. എൻ്റെ കയ്യിൽ പേരയ്ക്ക മാത്രമേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ അതിട്ട് കൊടുത്തു. പിന്നെ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ. എൻ്റെ കയ്യിൽ പങ്കി സീഡ് ഉണ്ടായിരുന്നു, അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഓവർനൈറ്റ് ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഞാനിപ്പോൾ ലഞ്ചിലേക്കാണ് എടുക്കുന്നത്, അതുകൊണ്ട് രാവിലെ മിക്സ് ചെയ്ത് പുറത്ത് വെച്ച് ഉച്ചയ്ക്ക് തന്നെ എടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ റോബസ്റ്റാപ്പഴം മസ്റ്റ് ആണ് കേട്ടോ, അത് നിങ്ങൾ നിർബന്ധമായി ചേർക്കണം, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ലഞ്ചിലേക്ക് എടുത്ത് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ക്രേവിങ്സിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. ഓക്കെ ബൈ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.